ഹലോ, ഇന്ന് ഞാൻ എന്താ ഈ റെഡിയായി നിൽക്കുന്നത് മോൻ്റെ സ്കൂളിലെ ആനിവേഴ്സറി ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടിയാണ്. കൃതിക വരുന്നില്ല കേട്ടോ. കൃതികനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അതാണ് കൃതിക അത്ര സിമ്പിളായിട്ട് നിൽക്കുന്നത്. കാർത്തിക് യൂണിഫോം ഒക്കെ ഇട്ട് നിൽപ്പുണ്ട്. പിന്നെ പുള്ളി വീഡിയോയിൽ വരത്തില്ലല്ലോ ആക്ച്വലി. പിന്നെ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, പിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതുകൊണ്ട് വോളണ്ടിയർ ആയതുകൊണ്ട് നേരത്തെ പോകണം. ലേറ്റ് ആവും. അതുകൊണ്ടാണ് കൃതിയെ കൊണ്ടുപോകാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പേരുമാണ് വോളണ്ടിയേഴ്സ്. ഞാൻ പറഞ്ഞു എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചെറിയ പോസ്റ്റൊക്കെ തന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഡ്രസ്സ് അവർ വെഡ്ലാൻഡിൽ നിന്ന് എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. സംഭവം ഇത് അവർ മീറ്റിംഗ് വെച്ച ദിവസവും ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും എനിക്ക് മോൾക്ക് പനിയായതുകൊണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാവരും കൂടെ നല്ല ഭംഗിയായിട്ട് ആ ജോലി അങ്ങ് നിർവഹിച്ചു. അവർ പോയി വെഡ്ലാൻഡിൽ പോയി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. എടുത്തിട്ട് അതിന് കോമ്പിനേഷനിലുള്ള പാൻറ്റും ഷോളും ഒക്കെ എടുത്ത് അവർ തയ്പ്പിച്ച് സൂപ്പറാക്കി എടുത്തു കേട്ടോ. അതിന് അവർക്കൊരു താങ്ക്സ്. പിന്നെ അവരുടെ സെലക്ഷനും അടിപൊളിയായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടെ ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് ഞാൻ പോകാത്തതുകൊണ്ട് എനിക്കൊരു മടിയായിരുന്നു. പക്ഷേ അവരുടെ ഡ്രസ്സും സെലക്ഷനും എല്ലാവർക്കും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദാണ്ട എൻ്റെ മോൻ്റെ സ്കൂൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂള്, സെൻറ് തോമസ് എൻ്റെ സ്കൂൾ, തോട്ടപ്പള്ളി. ഇവിടാണ് എൻ്റെ മോൻ LKG തൊട്ട് പഠിക്കുന്നത്. അങ്ങനെ പിന്നെ എന്താ സ്കൂളിൻ്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. സംഭവം ഞാൻ ലാസ്റ്റ് 2 വർഷമായിട്ട് ആനിവേഴ്സറിക്ക് വരാറില്ല. മോൻ പ്രോഗ്രാമിനൊന്നും ചേരാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതിന് മുന്നേ വരുമായിരുന്നു. ലാസ്റ്റ് 2 ദിവസമായിട്ടേ ഉള്ളൂ വരാത്തത്. പിന്നെ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു എല്ലാവരും എനിക്കൊരു പോസൊക്കെ തന്നെ ഞാനൊരു വീഡിയോയും കൂടെ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സംഭവം ഇതാ അവർ പോസൊക്കെ തരുന്നുണ്ട്. നമ്മൾ ഇത്രയും പേരല്ല കേട്ടോ, കുറച്ച് പേരൂടെ ഉണ്ട്. അവർ വന്നിട്ടില്ല, വരും, ഓൺ ദ വേ ആണ്. അത് കഴിഞ്ഞപ്പോൾ ദാണ്ടെ നമ്മുടെ കുഞ്ഞ് LKG UKG കുഞ്ഞു കുട്ടികളൊക്കെ ദാണ്ടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാനായിട്ട് അവർ നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാണ്ട് ഈ ഗ്രീൻ സാരിയിൽ നിൽക്കുന്നതൊക്കെ മോൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഗസ്റ്റ് വരാറായപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളെ എല്ലാം കൂടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അങ്ങനെ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവരെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂടെ ചെന്ന് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. കുട്ടികൾ പൂവൊക്കെ ഇട്ടിട്ടാണ് വെൽക്കം ചെയ്തത്. അങ്ങനെ പിന്നെ പതുക്കെ അവരെ നമ്മൾ സ്കൂളിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരുടെ പ്ലേസിൽ നമ്മൾ കൊണ്ടിരുത്തി. പിന്നെന്താ പിന്താണ്ട് ഇത് നമ്മുടെ സീരിയൽ ആക്ട്രസ് ആലീസ് ക്രിസ്റ്റി ആണ് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ. ഞാനല്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്, വേറൊരാളിനോട് പറഞ്ഞു ഞാനിവിടെ നിൽക്കണ്ടോണ്ട് എനിക്കൊന്ന് വീഡിയോ എടുത്ത് തരാമെന്ന് ചോദിച്ചു. ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ദാണ്ട് അങ്ങനെ പിന്നെന്താ അവിടെ സ്പീച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേരൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സമയം ആകുന്നതല്ലേ ഉള്ളൂ. ആക്ച്വലി മോസ്റ്റ്ലി എല്ലാവരും ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്തല്ലേ വരത്തുള്ളൂ. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ മോന് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ തന്നെ അടിപൊളി ഒരു ടീ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ചായയും ഒരു കട്ട്ലറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. ഒറ്റയ്ക്ക് പോയി കഴിക്കണമെന്ന് വിചാരിച്ചില്ല, പിന്നെ പോയും കഴിച്ചു. മോന് വെള്ളം വാങ്ങിക്കാൻ പോയപ്പോൾ എനിക്ക് തലവേദന എടുത്തോണ്ട് ഞാൻ പോയി ഒരു ചായയും കുടിച്ചു. പിന്നെ ദാണ്ട് അങ്ങനെ ബാഗ് വെക്കാൻ ചെന്നപ്പോഴത്തേക്കും അതാണ്ട് കുട്ടികളെല്ലാം റെഡിയായി മുഷിഞ്ഞ് ആകെ അവരങ്ങ് അവശരായിട്ടിരിക്കുകയാണ്. പിന്നെ വലിയ കുട്ടികളൊക്കെ ദാണ്ട് റെഡിയായി. ഇവർക്ക് പ്രൈസൊക്കെ വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഇവർ മേക്കപ്പ് കഴിയാറായപ്പോഴത്തേക്കും വന്നതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ അവർക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു. ഇവരുടെ റെഡിയാവൽ കണ്ടിട്ട് ക്ലാസിക്കൽ ഡാൻസ് നടന്നുകൊണ്ടിരുന്നു. ഇനി അടുത്തത് തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് കേട്ടോ. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ കൃഷ്ണ, second prize goes to Brindara R. Third prize goes to Tirtha S. and അങ്ങനെ പിന്നെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ പാറുവും കല്യാണിയും ജാനുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഒക്കെ മേടിച്ചു കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പിന്നെ അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ ഫുഡ് കഴിക്കാൻ പോയി. അവർക്കുള്ള ഫുഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം അവർ ഉച്ചയ്ക്ക് വന്നതാണല്ലോ. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഗസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവരെ ഇത് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ അവർ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ ആ സമയത്താണ് ഞാൻ സംഭവം ശ്രദ്ധിക്കുന്നത്. വെച്ചാൽ ലൈറ്റ് ഇട്ടപ്പോൾ സ്കൂളിൻ്റെ വ്യൂ തന്നെ മാറി കേട്ടോ. നേരത്തെ പോലെ നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ലൈറ്റൊന്നും ഇല്ലാതല്ലേ കണ്ടത്. രാത്രിയായപ്പോൾ സ്കൂളിൻ്റെ ലുക്ക് തന്നെ മാറി. ഈ സമയത്താണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ബിക്കോസ് ഈ പ്രോഗ്രാം ഡാൻസ് ഒക്കെ തുടങ്ങുന്ന സമയം നോക്കിയല്ലേ ആൾക്കാർ കൂടുതലും വരത്തുള്ളൂ. ഇപ്പം നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് നിറച്ച് ആയി വരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇച്ചിരി അങ്ങോട്ട് മാറി നിന്നതാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി അവിടെ നിന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. കാർത്തിക് സംഭവം ഇവിടെ എവിടെയോ ഉണ്ട്, പുള്ളി ഒരിടത്ത് അടങ്ങിയിരിക്കാത്തതുകൊണ്ട് ഓടടാ ഓട്ടം. അങ്ങനെ പിന്നെ ഏതാണ്ട് അടുത്ത് നമ്മുടെ ഈ ഡാൻസിന് കാണണമെന്ന് ആഗ്രഹിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഡാൻസ് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. വന്ദനം തേ യേശുരാജാ, വന്ദനം തേ പാവനാത്മാ, ത്രിത്വമേ സദാ, വന്ദനം ഗുരു. ദീപാഞ്ജലി പുഷ്പാഞ്ജലി തൃപ്പാദ പത്മത്തിലൻ ഭക്താഞ്ജലി. ദീപാഞ്ജലി പുഷ്പാഞ്ജലി തൃപ്പാദ പത്മത്തിലൻ ഭക്താഞ്ജലി. തികവോടെയേകുമെൻ നൃത്യാഞ്ജലി, തിങ്ങുമെൻ നഴലിൻ ഹൃദയാഞ്ജലി. അത് കഴിഞ്ഞ് വേണ്ട ഗസ്റ്റ് വന്നവരെല്ലാം പോവാണ്. അപ്പം പിന്നെ നമ്മൾ അവരുടെ കൂടെ ഒരു സെൽഫിയും ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് മൈമിൻ്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ വയനാട് ദുരന്തം ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ നല്ലോണം ചെയ്തു കേട്ടോ. അല്ലെങ്കിലും കുട്ടികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക കഴിവാണല്ലോ. അങ്ങനെ പിന്നെ ഈ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി ഗൈസ്. ബൈ.